بسم الله الرحمن الرحيم والصلاة والسلام على سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مهتهم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إنما الأعمال بالنيات إنما لكل امرئ ما نوى ومن كانت هجرته إلى الله ورسوله. സഹോദരങ്ങളെ, സമൂഹം സമുദായം വളരെ മ്ലേച്ഛമായ അവസ്ഥയിൽ ലോകത്തുള്ള സമൂഹവും സമുദായവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഭർത്താവും ഭാര്യയുമായി ജീവിക്കുന്ന 2, 3, 4 മക്കളൊക്കെയായി ജീവിക്കുന്നവർ പെടുന്നനെ മറ്റ് ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരികളോട് ബന്ധമുള്ളവരും അന്യവരും അല്ലെങ്കിൽ വേറൊരു പുരുഷന്റെയും ഭാര്യമാരെയും അല്ലെങ്കിൽ വേറൊരു പുരുഷന്റെ ഭർത്താവിനോടൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമായി മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിന്റെയൊക്കെ പേരിലായാലും നിക്കാഹെന്ന അല്ലാഹു കൂട്ടിയുറപ്പിക്കപ്പെട്ട അർശുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെ നിഷിദ്ധമാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ഷിആറുകളെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളെയും കാറ്റിൽ പയർത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ബാപ്പയും ഉമ്മയും കാർമികത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവർക്ക് ചെലവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മകൻ അല്ലെങ്കിൽ മകള് പെടുന്നനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ചുമലിൽ താമസിക്കുന്നവള് അവരുടെ അനീതിയിൽ ജീവിച്ചു പോകുന്നവൾ അല്ലെങ്കിൽ കുടുംബമായി ജീവിച്ചു പോകുന്ന പെടുന്നനെ വേറെ ആളോട് ഒരു സമൂഹത്തോട് ഇറങ്ങിപ്പോകുന്നു. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ചെറിയ രൂപത്തിൽ തന്നെ ഇസ്ലാം ഫുഖഹാക്കൾ പറയുന്നു, ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു, ഖുർആന്റെ ആശയവും ആദർശങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാം. പെണ്ണ് എവിടെയാണ് താമസിക്കുന്നത്? പെണ്ണ് നമസ്കരിക്കേണ്ടത് ആ വീട്ടിന്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളുണ്ടാവാം, ആ സ്ഥലത്താണ് പെണ്ണ് നമസ്കരിക്കേണ്ടത് എന്ന് മഹാന്മാരായ ഫുഖഹാക്കളും ആരിഫീങ്ങളും ൗലിയാക്കളും രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അതിലുപരി മഹാന്മാർ പറയുന്നു, അന്യ പെണ്ണിനെ നിങ്ങൾ മയ്യത്ത് കാണൽ അവൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇപ്രകാരം ഹുക്കുമാണോ അതേ ഹുക്കുമാണ്. എന്റെ സഹോദരന്റെ ഭാര്യയുടെ വേണ്ടപ്പെട്ടവന്റെ ആളാണ് അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്, നമ്മൾ ഷോപ്പിങ്ങിന് നമ്മൾ കൂട്ടെ ഒന്നിച്ചു പോയവരാണ് എന്നൊരു ഹുക്കും ഇസ്ലാമിലില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അന്യ പെണ്ണിലേക്ക് നോക്കൽ അന്യ പുരുഷന് ഹറാമാണ്. ആവശ്യം കൂടാതെ നിയമങ്ങൾ കാറ്റിപ്പറത്താൻ പാടില്ല. അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കൽ ഹറാമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതെല്ലാം കാറ്റിപ്പറത്തിയപ്പോൾ ഇന്ന് സമൂഹം അതാ പെണ്ണിറങ്ങി ഓടപ്പെടുന്നു. നല്ല സ്വാലിഹായ ഭർത്താവിൽ നല്ല പള്ളി മാനേജ്മെന്റ് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർ, പള്ളിയിൽ സേവനം ചെയ്യുന്ന ഭർത്ത വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എന്തിന്റെ പേരിലാ? എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും എല്ലാ ആഡംബരങ്ങളും ചെയ്തു കൊടുത്തിട്ടും അവരുടെ തോന്നിവാസം പോലെ ജീവിക്കുന്ന കാലം വന്നാൽ പെണ്ണിന്റെ അഴിഞ്ഞാട്ടം ലോകത്ത് സംജാതമായി കഴിഞ്ഞാൽ നിങ്ങൾ ഖിയാമത്ത് പ്രതീക്ഷിച്ചു കൊള്ളണേ. അന്യന്റെ പെണ്ണിനെയോ അന്യന്റെ വാഹനത്തെയോ അന്യന്റെ വസ്തുവിനെയോ എല്ലാം ഒരു ഹുക്കുമാണ്. ഒരിക്കലും അത് നമുക്ക് ഏറ്റെടുത്താനോ നമുക്കത് ഏറ്റെടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അന്യന്റെ മകളെ നമുക്ക് സ്വന്തമാക്കാനോ അവരിൽ അവകാശം പറയാനോ ഏതൊരു ബാധ്യതയും നമുക്കില്ല സഹോദരൻ. ഞാനായാലും കുടുംബമായാലും ആരായാലും
അതുകൊണ്ട് തന്നെ കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലിയതിഹി, നാളെ സർവ്വതിനോടും ചോദ്യം ചെയ്യപ്പെടും. ഭാര്യ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അതുപോലെ തന്നെ മകൻ മാതാവിനോട്, പിതാവിനോട്, ഉമ്മ മക്കളോട്, പിതാവ് മാതാപിതാക്കളോട്, അല്ലെങ്കിൽ മക്കളോട്, വേണ്ടപ്പെട്ടവരോട് ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള റബ്ബിന്റെ ചോദ്യമുണ്ട്. അതാണ് അല്ലാഹുവിന്റെ നിയമം സഹോദരങ്ങളെ. അതുകൊണ്ട് കാറ്റിൽ പറത്തിയ ഈ ഫിഖ്ഹ് എന്തിനാണ് ഈ സമയത്ത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞവർ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ ഇറങ്ങി തിരിക്കുന്നത് കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. പെണ്ണ് പുറത്തിറങ്ങി രാഷ്ട്രീയത്തിന്റെ തമ്പുരാട്ടികളായി മാറുന്ന കാലം വന്നാൽ, ആ സമൂഹത്തെ അധികാരത്തിലെത്തിക്കുന്ന കാലം വന്നാൽ ഖിയാമത്ത് പ്രതീക്ഷിക്കുവോ? ഞാൻ വേറെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മളെ പറ്റി പറയുന്നതാണ്. ഈ ലോകത്ത് നടന്ന സംജാതമാകുന്ന കാര്യങ്ങളെപ്പറ്റി മഹാനായ പ്രവാചക മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റിസാലത്തിന്റെ സന്ദേശങ്ങളാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഹുക്മ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മഹാന്മാരായ പണ്ഡിതന്മാരായ അർബഅത്തുൽ മുജ്തഹിദീങ്ങളായ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും വണ്ണമായി ഗവേഷണം ചെയ്ത് അവർ ബുദ്ധിപൂർവ്വം പഠിച്ചു മനസ്സിലാക്കി തന്നതല്ല. ഇസ്ലാമിന്റെ നിയമങ്ങളെ അവർ ഖുർആന്റെയും ഹദീസിന്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. സ്വയം യുക്തിയല്ല ഇസ്ലാം, സ്വയം നിർമ്മിതമല്ല, ഏതെങ്കിലും ഉലമാഇ നിർമ്മിക്കാൻ പറ്റുന്നതല്ല. അതാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിനെ കൂടുതൽ ഭയക്കപ്പെടേണ്ടത് അല്ലാഹുവിന്റെ മഹാന്മാരായ ഉലമാക്കളാണ്, അവരാണ് എന്നെ കൂടുതൽ ഭയക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏത് വിഷയത്തിലും വളരെ ഗൗരവമായി സംസാരിക്കേണ്ടതിന് ഇടപെടേണ്ടതുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ചിലവരുടെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ വ്യക്തിപരമായി ആ മനുഷ്യനെ മോശപ്പെടുത്താൻ പ്രതീക്ഷിക്കുമ്പോൾ പലരും പല ഉലമാക്കളും അങ്ങനെ പോട്ടെ പരാജയത്തിലേക്ക് പോകും. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉപദേശിക്കാൻ അറിയാവുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്തെന്നറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹു നമ്മുടെ അമലുകളെ അല്ലാഹു സ്വീകരിക്കട്ടെ, പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. എല്ലാം നിയത്തിന്റെ അടിസ്ഥാനം. നിയത്ത് നല്ലതെങ്കിൽ എന്തും ചെയ്യടോ, നിഅമത്ത് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ.